മേയറുമായുള്ള തർക്കത്തിൽ ഡ്രൈവർ യദു ഓടിച്ച KSRTC ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിരിക്കുന്നു. പോലീസിന്റെ ആവശ്യപ്രകാരമാണ് പരിശോധന നടത്തിയത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ KSRTC ബസ് പരിശോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ശ്രുതി, മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ നേരത്തെയും വന്നിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് യദു ഓടിച്ചിരുന്ന ഈ ബസിന്റെ സ്പീഡ് ഗവർണറും GPS പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തിയത്. അതായത് 2 മാസമായി ബസിന്റെ സ്പീഡ് ഗവർണർ പ്രവർത്തിക്കുന്നില്ല, ഇളക്കിയിട്ടിരിക്കുന്ന നിലയിലാണ്. അതായത് അമിത വേഗത ഉണ്ടാകാതിരിക്കാൻ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചിരുന്നു. അത് ആരോ ഇളക്കിവിട്ട രീതിയിൽ തന്നെയാണ് വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് വിശദമായി നടത്തിയ പരിശോധനയിലാണ് ഇത് തെളിഞ്ഞത്. അതുപോലെ തന്നെ GPS മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബസിന്റെ GPS പ്രവർത്തിക്കുന്നതായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അത് പരിശോധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പരിശോധിക്കുമ്പോഴാണ് വ്യക്തമാകുന്നത് നിരവധി മാസങ്ങളായി GPS പ്രവർത്തിക്കുന്നില്ല. ബസിന്റെ സ്പീഡ് ഗവർണറും സ്പീഡ് നിയന്ത്രിക്കുന്ന സംവിധാനവും ഇപ്പോൾ വിച്ഛേദിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇതിൽ മോട്ടോർ വാഹന വകുപ്പും KSRTC ഒക്കെ ഇനി പരിശോധന നടത്തും, വിശദമായ അന്വേഷണം നടത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ കേസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കേസുമായി വലിയ ബന്ധമുണ്ടാകില്ലെങ്കിൽ പോലും KSRTCക്കുള്ളിൽ ഇത് വലിയൊരു തിരിച്ചടിയാണ്. പല വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതായുള്ള സംശയമാണ് ഇതിൽ നിന്ന് ഉയർന്നു വരുന്നത്. വ്യക്തമാണ്. പരിശോധനയിൽ GPS മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. 2 മാസമായി വേഗപ്പൊട്ടി ഇളക്കി മാറ്റിയിട്ടിരിക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.